Hi children. So we are continuing our English classes for the 4th standard, the unit 1, the seed of truth. So in the last class we have started a story, a folk tale, yes or no, about a king of Gandhara. We have discussed something. What all things we have discussed about the king? King was a good, a just and wise king, and he was very fond of gardening and farming activities. His people were very happy, but the king had no children, so the people were worried about the kingdom. Yes or no? So here we are continuing that a proclamation. Proclamation എന്ന് വെച്ചാൽ വിളംബരം. Shall we start reading the story? So സ്റ്റോറിയിൽ ഇത്രയും ലൈൻസേ ഉള്ളൂ. ഇവിടെ അതിൻ്റെ പാർട്ടായിട്ട് ഒരു ക്വസ്റ്റ്യനും ഉണ്ട്. ഓക്കെ, ആർ യു റെഡി? To find a successor, the king thought of an idea. He decided, I will distribute some seeds to all the children in the country. The child who grows the biggest, healthiest plant will become the prince or the princess. They can take 3 months for it. The king ordered his ministers to give his proclamation. രാജാവിൻ്റെ മന്ത്രിമാരോട് പറഞ്ഞ് നാട് മൊത്തവും ഒരു വിളംബരം കൊടുക്കണം. എന്തുവാ വിളംബരം? വിളംബരം എന്ന് പറയുന്നത് രാജാവിൻ്റെ സക്സസറിനെ സെലക്ട് ചെയ്യാനുള്ള ഒരു കോമ്പറ്റീഷൻ നടത്താൻ പോവുക. ശരിയല്ലേ? എന്താണ് കോമ്പറ്റീഷൻ? രാജാവ് ചില സീഡ്സ് കൊടുക്കും ചിൽഡ്രന്. എല്ലാവർക്കും വന്നത് കളക്ട് ചെയ്തുകൊണ്ട് പോകാം. രാജാവ് 3 മാസത്തെ ടൈം കൊടുക്കും. 3 മാസത്തിനുള്ളിൽ ഏറ്റവും നല്ല പ്ലാന്റ് ആരാണോ കൊണ്ടുവരുന്നത്, ദ ബിഗ്ഗസ്റ്റ്, ദ ഹെൽത്തിയസ്റ്റ് പ്ലാന്റ് ആരാണോ കൊണ്ടുവരുന്നത്, അയാളെ ആയിരിക്കും രാജാവ് അടുത്ത പ്രിൻസ് ഓർ പ്രിൻസസ്, അടുത്ത കിരീട അവകാശിയായിട്ട് രാജാവ് തീരുമാനിക്കുന്നത് ആ കുട്ടിയെ ആയിരിക്കും. മനസ്സിലായോ? എല്ലാവർക്കും അർത്ഥം മനസ്സിലായോ? ഹാവ് യു അണ്ടർസ്റ്റുഡ് ദ സ്റ്റോറി? സോ ലൈൻ ബൈ ലൈൻ ഞാനിനി പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? വേണോ? എന്നാ നോക്കിക്കോ. ടു ഫൈൻഡ് എ സക്സസർ, ദ കിങ് തോട്ട് ഓഫ് ആൻ ഐഡിയ. ഒരു പിൻഗാമിയെ കണ്ടെത്താൻ രാജാവ് ഒരു വഴി ആലോചിച്ചു. ഹി ഡിസൈഡഡ്, ഐ വിൽ ഡിസ്ട്രിബ്യൂട്ട് സം സീഡ്സ് ടു ഓൾ ദ ചിൽഡ്രൻ ഇൻ ദ കൺട്രി. രാജാവ് തീരുമാനിച്ചു ആ രാജ്യത്തുള്ള എല്ലാ കുട്ടികൾക്കും കുറച്ച് വിത്തുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാമെന്ന്. ദ ചൈൽഡ് ഹൂ ഗ്രോസ് ദ ബിഗ്ഗസ്റ്റ് ഹെൽത്തിയസ്റ്റ് പ്ലാന്റ്. ഏത് കുട്ടിയാണോ ഏറ്റവും വലിയ, ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് കൊണ്ടുവരുന്നത്, ആ കുട്ടിയെ അടുത്ത രാജകുമാരനോ രാജകുമാരിയോ ആയിട്ട് രാജാവ് പ്രഖ്യാപിക്കും. ദ ക്യാൻ ടേക്ക് 3 months ഫോർ ഇറ്റ്. 3 മാസത്തെ ടൈം എടുക്കാം കുട്ടികൾക്ക് ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ. The king ordered his ministers to give a proclamation. രാജാവ് മന്ത്രിമാരോട് പറഞ്ഞു ഇതൊരു വിളംബരമായിട്ട് രാജ്യമെങ്ങും പോയി പറയാൻ പറഞ്ഞു. നോക്കാം നമുക്ക്. ചോദ്യം: Why did the king choose a test to find successor? രാജാവിൻ്റെ അടുത്ത ജനറേഷനെ കണ്ടുപിടിക്കാൻ, തൻ്റെ പിൻഗാമിയെ കണ്ടെത്താൻ ഇങ്ങനെയൊരു പരീക്ഷണത്തിന് രാജാവ് തീരുമാനമെടുക്കാൻ കാരണം എന്താണ്? ഉത്തരം പറയട്ടെ. The king was fond of gardening and farming. ശരിയല്ലേ? A person involved in such activities is always good at heart and hard working. The king thought that the person who loved plants would rule the country well. ശരിയല്ലേ? എന്തുകൊണ്ടാണ്? Why did the king choose a test to find his successor? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടെസ്റ്റ് രാജാവ് സെലക്ട് ചെയ്തത്? രാജാവ് ഇങ്ങനൊരു ടെസ്റ്റ് ഉപയോഗിക്കാൻ കാരണം എന്താ? Because the king thought that the person who loved plants would rule the country well. രാജ്യത്തെ ഏറ്റവും നല്ലോണം നയിക്കാൻ ചെടികളെ ഇഷ്ടപ്പെടുന്ന, കൃഷിയെ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് കഴിയുമെന്ന് രാജാവ് വിശ്വസിച്ചു. ശരിയല്ലേ? കാരണം കിങ് വാസ് ഫോണ്ട് ഓഫ് ഗാർഡനിങ് ആൻഡ് ഫാമിങ്. കിങ്ങിന് പൂന്തോട്ട പരിപാലനവും കൃഷിയും എല്ലാം ഒരുപാട് ഇഷ്ടമായിരുന്നു. അപ്പോൾ കിങ്ങിൻ്റെ അടുത്ത ജനറേഷനും അത് തന്നെ ചെയ്യണമെന്ന് രാജാവിന് ആഗ്രഹമുണ്ട്. മനസ്സിലായോ? മനസ്സിലായെങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അതിൻ്റെ നെക്സ്റ്റ് പോർഷൻ, സീഡ് ഓഫ് ഹോപ്പ്. സോ ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം
You can see the king is distributing seeds to each and every children. Yes or no? കിങ്ങിൻ്റെ സുരക്ഷാ ജീവനക്കാരൻ ഭടനാണ് ബാക്കിൽ നിൽക്കുന്നത്. ഷാൽ വി സ്റ്റാർട്ട് റീഡിങ് ദ സ്റ്റോറി പോർഷൻ? ഇത്രയുമാണ് ഇതിനകത്ത് സ്റ്റോറി പോർഷൻ. ഇതാണ് ഇതിൽ നിന്നുള്ള 2 questions. നോക്കാം. The next day, a long line of anxious parents and children formed outside the palace. Everyone was eager to get a seed and grow the best plant. Pingala, a poor farmer's son, was one among these children. He too got a seed from the king and sowed it in a pot in his garden. He took great care of the seed. മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായോ? അപ്പോൾ അടുത്ത ദിവസം നോക്കിയപ്പോൾ എന്തോ വിളംബരം രാജാവ് പ്രൊക്ലമേഷൻ കൊടുത്തായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അടുത്ത ദിവസം നോക്കിയപ്പോൾ വളരെ വലിയ നീളമുള്ള ക്യൂ രാജാവിൻ്റെ വീട്ടിന് മുമ്പിൽ. എന്തിനാ? സീഡ്സ് കളക്ട് ചെയ്യാൻ വന്ന ആൾക്കാരവരല്ല. ചിൽഡ്രൻ മാത്രമായിരുന്നു ഉള്ളത്? അല്ല, പേരൻസും ഉണ്ടായിരുന്നു. ആങ്ഷ്യസ് പേരൻസ് ആൻഡ് ചിൽഡ്രൻ ഫോംഡ് ഔട്ട്സൈഡ് ദി പാലസ്. ലോങ് ലൈൻ. സോ ലോങ് ലൈന് കുട്ടികൾ മാത്രമല്ല, അവരുടെ പേരൻസും ഉണ്ടായിരുന്നു. ഇവരുടെയൊക്കെ ആഗ്രഹം എന്താ? രാജാവിൻ്റെ കയ്യിൽ നിന്ന് സീഡ് മേടിച്ചിട്ട് കൊണ്ടുപോയി 3 മാസം കൊണ്ട് പ്ലാന്റ് ചെയ്ത് ഏറ്റവും നല്ല ചെടി കൊണ്ട് കൊടുക്കണം. കൊടുത്താൽ മാത്രമേ രാജാവിൻ്റെ അടുത്ത തലമുറയായിട്ട് അവരെ പ്രഖ്യാപിക്കൂ. ശരിയല്ലേ? മനസ്സിലായോ നിങ്ങൾക്ക് എല്ലാവർക്കും? എൻ്റെ മലയാളം പറഞ്ഞു തരണോ? എന്നാൽ നോക്കിക്കോ. The next day, a long line of anxious parents and children formed outside the palace. അടുത്ത ദിവസം കൊട്ടാരത്തിന് വെളിയിൽ ഉത്കണ്ഠാകുലരായ, ആങ്ഷ്യസ് എന്ന് വെച്ചാൽ ഉത്കണ്ഠ എന്ന് വെച്ചാൽ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ആകുലത. സോ അടുത്ത ദിവസം കൊട്ടാരത്തിന് വെളിയിൽ ഉത്കണ്ഠാകുലരായ രക്ഷാകർത്താക്കളും കുട്ടികളും ചേർന്ന ഒരു നീണ്ട നിര രൂപം കൊണ്ടു. Everyone was eager to get a seed and grow the best plant. വിത്ത് കിട്ടി അതിൽ നിന്ന് ഏറ്റവും നല്ല ചെടി വളർത്തിയെടുക്കുന്നതിനുള്ള ആകാംക്ഷയായിരുന്നു എല്ലാവർക്കും. Pingala, a poor farmer's son, was one among these children. ഒരു ദരിദ്ര കർഷകൻ്റെ മകനായ പിങ്കാല കുട്ടികളിൽ ഒരാളായിരുന്നു. ഈ നിന്ന ലോങ് ലൈൻ കണ്ടില്ലേ? അതിനകത്ത് ഒരാളായിരുന്നു പിങ്കാല എന്ന് പറയുന്നത്. He too got a seed from the king and sowed it in a pot in his garden. അവനും രാജാവിൽ നിന്നൊരു വിത്ത് കിട്ടി. അവനത് തൻ്റെ തോട്ടത്തിൽ ചെടിച്ചട്ടിയിൽ നട്ടു. He took great care of the seed. അവൻ വിത്തിന് നല്ല പരിചരണം കൊടുത്തു. മനസ്സിലായോ? ക്വസ്റ്റ്യൻസ് നോക്കാം. How many days will it take for a seed to sprout? ചോദ്യം മനസ്സിലായോ? ഒരു വിത്ത് മുളയ്ക്കാൻ എത്ര ദിവസം എടുക്കുമെന്നാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തതോ, വാട്ട് കെയർ വിൽ യു ഗീവ് ടു ഗ്രോ എ സീഡ് ഇൻ ടു എ പ്ലാന്റ്? ഒരു വിത്തിനെ ഒരു ചെടിയാക്കി മാറ്റാൻ വേണ്ടി എന്തെല്ലാം പരിചരണം നിങ്ങൾ കൊടുക്കണം, എന്തെല്ലാം ശ്രദ്ധിക്കണം നിങ്ങൾ? ഉത്തരം പറയട്ടെ. ആദ്യത്തെ ചോദ്യം, ഹൗ മെനി ഡേയ്സ് വിൽ ഇറ്റ് ടേക്ക് ഫോർ എ സീഡ് ടു സ്പ്രൗട്ട്? ഒരു വിത്ത് മുളയ്ക്കാൻ എത്ര ദിവസം എടുക്കും? നമുക്ക് പറയാൻ പറ്റുമോ? അത് വിത്ത് ഏതാണെന്നനുസരിച്ചല്ലേ ഇരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ വീട്ടിലുള്ള പയർ ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ മുളച്ച് കിട്ടും നമുക്ക്. പയറെല്ലാം നിങ്ങൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അടുത്ത ദിവസം നോക്കിയാൽ അത് മുള പൊട്ടിയിരിക്കും. ദാറ്റ് വിൽ സ്പ്രൗട്ട്. പക്ഷേ അതേ സമയത്ത് നമ്മൾ നെല്ലെടുത്താലോ, അതേ സമയത്ത് നമ്മൾ കടുകെടുത്താലോ, അതേ സമയത്ത് നമ്മൾ മാങ്ങയുടെ അണ്ടിയില്ലേ, മാങ്ങയുടെ വിത്ത് അതായാലോ, ചക്കയുടെ കുരുവായാലോ, ഓരോന്നിനും ഓരോ സമയമാണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല എത്ര സമയമെന്ന്. ശരിയല്ലേ? കാരണം different seeds take different number of days to sprout. Different seeds take different number of days to sprout. Different seeds take different number of days to sprout. Usually it take 1 to 2 weeks to germinate. Sprout എന്ന് പറഞ്ഞാലും germinate എന്ന് പറഞ്ഞാലും ഓൾമോസ്റ്റ് സെയിം മീനിങ് ആണ്. മുളയ്ക്കുക എന്നാണ് അർത്ഥം. ഓക്കെ. സോ നോർമലായിട്ട് 1-2 ആഴ്ചയാണ് എടുക്കുന്നത്. പക്ഷേ അത് വിത്തിനനുസരിച്ച് വ്യത്യാസപ്പെടും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് കെയർ വിൽ യു ഗീവ് ടു ഗ്രോ എ സീഡ് ഇൻ ടു എ പ്ലാന്റ്? ഒരു വിത്തിനെ ഒരു ചെടിയാക്കി മാറ്റാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം? അതിന് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം, വളമിട്ട് കൊടുക്കണം, എയറേഷൻ വേണം കറക്റ്റായിട്ട്, പിന്നെ ചെറിയ സൂര്യപ്രകാശം എല്ലാം വേണം. വാട്ട് കെയർ വിൽ യു ഗീവ് ടു ഗ്രോ എ സീഡ് ഇൻ ടു എ പ്ലാന്റ്? സീഡ് നീഡ്സ് മോയ്സ്ചർ, എയർ, വൈൽഡ് വാം ടു ജെർമിനേറ്റ് ആൻഡ് ഗ്രോ. Once plants start growing, I will adjust the light, water and nutrients. ശരിയല്ലേ? പ്ലാന്റ്സ് വളർന്നു തുടങ്ങുമ്പോൾ നമ്മളിതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യും.
മനസ്സിലായോ? മനസ്സിലായെങ്കിൽ നമുക്ക് കഥയുടെ അടുത്ത പോർഷനിലോട്ട് പോകാം. ഡിസപ്പോയിൻമെൻറ്റ്. ഇവിടെ എന്തോ കാണുന്നത്? ആ പിൻകാല എന്ന് പറയുന്ന കുട്ടി വളരെ വിഷമിച്ച് അവൻ്റെ വീട്ടിന് മുൻപിലിരിക്കുന്നു. ഇവിടെ കാണുന്നത് എന്തോ കുട്ടികൾ നിരനിരയായിട്ട് അവരുടെ ചെടി ചട്ടികൾ കാണുന്നുണ്ടോ? നല്ല പൂക്കൾ നിൽക്കുന്ന ചെടിക്കട്ടുകളുമായിട്ട് കണ്ടൊരു പെൺകുട്ടി പോകുന്നു. മറ്റുള്ള കുട്ടികൾ രാജകൊട്ടാരത്തിലോട്ട് പാലസിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. പിൻകാലയുടെ ചെടിച്ചട്ടികളാണ് ഇതൊക്കെ. എന്താണിത്? ദാറ്റ് ഈസ് എം ടി പോട്ട്. അതിനകത്തൊന്നുമില്ല. ഓർ ഈ പടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും പിൻകാലയുടെ അറ്റംപ്റ്റിൽ ഫെയിലായെന്ന്. നോക്കാം നമുക്ക്. സ്റ്റോറി വായിച്ചാലോ? Pinkala watered and manured the seed, but the seed did not sprout. Pinkala changed the soil and transferred the seed to another pot. Weeks and months passed. One day, Pinkala went near the pot. He knelt before it. Dear seed, 3 months have passed. I want to take you to the palace. Please sprout out by tomorrow. But nothing happened. The next day, he saw children walking to the palace, dressed in their best clothes. They all held well-grown plants. Pinkala stood watching them sadly. മനസ്സിലായോ നിങ്ങൾക്ക്? കഥ മനസ്സിലായോ നിങ്ങൾക്ക്? ഇതിൻ്റെ ട്രാൻസ്ലേഷൻ വേണോ? എന്തൊക്കെയാണ് സംഭവിച്ചതിനകത്ത്? പിങ്കാല വളവും വെള്ളവും എല്ലാം ഒഴിച്ചു കൊടുത്ത സീഡിന്, പക്ഷേ സീഡ് പൊട്ടി മുളച്ചില്ല. പിങ്കാല എന്ത് ചെയ്തു? പിങ്കാല മണ്ണ് മാറ്റി നോക്കി. പിങ്കാല വേറെ ചെടിച്ചട്ടിയിലോട്ട് മാറ്റി നോക്കി. മാസങ്ങൾ പിന്നിട്ടു. പിങ്കാല വന്ന് പിന്നെയും നോക്കി. അത് വളർന്നിട്ടില്ല. പിങ്കാല അപ്പോൾ ആ സീഡിനോട് പറഞ്ഞു, 3 മാസം കഴിഞ്ഞു സീഡെ, നാളെയാണ് രാജകൊട്ടാരത്തിൽ പോകേണ്ടത്. സോ നാളെ കൊണ്ട് ദയവ് ചെയ്ത് പ്ലീസ് സ്പ്രൗട്ട് ബൈ ടുമാറോ. നാളെ വന്ന് നോക്കിയപ്പോഴോ നത്തിങ് ഹാപ്പൻഡ്. ഒന്നും സംഭവിച്ചില്ല. അതേപോലെ മുളയ്ക്കാതെ തന്നെ കടന്നു വിത്ത്. സോ ദ നെക്സ്റ്റ് ഡേ എല്ലാ കുട്ടികളും പാലസിലോട്ട് പോകുന്നത് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് അവരുടെ ബെസ്റ്റ് ക്ലോത്തിൽ അവരുടെ ചെടിച്ചട്ടിയുമായിട്ട് പാലസിലോട്ട് പോകുന്നത് നോക്കി നിന്നു. ദേ ഓൾ ഹെൽഡ് വെൽ ഗ്രോൺ പ്ലാന്റ്സ്. നല്ലവണ്ണം വളർന്ന ചെടികളുണ്ടായിരുന്നു അവരുടെ കയ്യിൽ. പിങ്കാല സ്റ്റുഡ് വാച്ചിങ് ദം സാഡ്ലി. വളരെ വിഷമിച്ച് പിങ്കാല അത് നോക്കി പിങ്കാലയുടെ വീട്ടുവരാന്തയിലിരുന്നു. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതിനകത്ത് ഇനി 2 ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഒന്ന്, വിൽ പിങ്കാല ഗോ ടു ദ പാലസ്? പാലസിലോട്ട് പിങ്കാല പോകുമോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? വാട്ട് വിൽ ബി ഹിസ് തോട്ട്സ്? എന്തെല്ലാമായിരിക്കും പിങ്കാലയുടെ ചിന്തകൾ? വിൽ പിങ്കാല ഗോ ടു ദ പാലസ്? കൊട്ടാരത്തിലോട്ട് പിങ്കാല പോകുമോ? നിങ്ങൾക്ക് എന്തുവാ തോന്നുന്നത്? ടീച്ചറിന് എന്തുവാ തോന്നുന്നതെന്ന് പറയാം. I feel like he won't go to the palace since he failed to grow the plant. പ്ലാന്റിനെ വളർത്തുന്നതിൽ പിങ്കാല ഫെയിലായി. സിൻസ് ഹി ഫെയിൽഡ് ടു ഗ്രോ ദ പ്ലാന്റ് ഐ തിങ്ക്. സോ നിങ്ങൾ പറയണം, നിങ്ങൾ തിങ്ക് ചെയ്യുന്നു. ഐ തിങ്ക് പിങ്കാല വിൽ നോട്ട് ഗോ ടു ദ പാലസ്. പിങ്കാല പാലസിൽ പോകില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നു. ശരിയല്ലേ? കാര്യം എന്താ? പിങ്കാലയുടെ സീഡ് മുളച്ചത് പോലുമില്ല. മുളച്ച് അത് ചെടിയായിട്ട് വളർന്നെങ്കിൽ മാത്രമല്ലേ പിങ്കാലയ്ക്ക് അവിടെ പോകേണ്ട കാര്യമുള്ളൂ. രാജാവ് എന്തോ പറഞ്ഞിരിക്കുന്നത്? ഏറ്റവും നല്ല ചെടിയുമായിട്ട് വരുന്ന ആൾക്കാണ് അടുത്ത അവകാശം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിങ്കാലയുടെ സീഡ് സ്പ്രൗട്ട് ചെയ്തത് പോലുമില്ല. ദെൻ ഹൗ വിൽ ഹി ഗോ? യെസ് ഓർ നോ? സിൻസ് ഹി ഫെയിൽ ടു ഗ്രോ ദ പ്ലാന്റ് ഐ തിങ്ക് പിങ്കാല വിൽ നോട്ട് ഗോ ടു ദ പാലസ്. ഷാൽ വി ലുക്ക് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? വാട്ട് വിൽ ബി ഹിസ് തോട്ട്സ്? സോ എന്തൊക്കെയായിരിക്കും പിങ്കാലയുടെ ചിന്തകൾ? പിങ്കാല ഒരുപാട് വിഷമിച്ചിരിക്കുമായിരിക്കും. സോ വാട്ട് വിൽ ബി ഹിസ് തോട്ട്സ്? ഹി മൈറ്റ് തിങ്ക് ഹി ഈസ് അൺലക്കി ആൻഡ് ലോസ്റ്റ് ഹിസ് ഓപ്പർച്യൂണിറ്റി ടു ബിക്കെയിം എ സക്സസർ ഓഫ് ദ കിങ്. കിങ്ങിൻ്റെ അടുത്ത സക്സസർ ആകാനുള്ള ചാൻസ്, ആ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്തത് ആ ഭാഗ്യദോഷമുള്ള ആളാണെന്ന് പിങ്കാല വിൽ തിങ്ക്. യെസ് ഓർ നോ? പിങ്കാല മൈറ്റ് തിങ്ക് ഹി ഈസ് അൺലക്കി ആൻഡ് ലോസ്റ്റ് ഹിസ് ഓപ്പർച്യൂണിറ്റി ടു ബിക്കെയിം സക്സസർ ഓഫ് ദ കിങ്. മനസ്സിലായോ? മനസ്സിലായെങ്കിൽ നമുക്ക് ബാക്കി പോർഷൻ നോക്കാം. ടു ദ പാലസ്. ഇവിടെ നിങ്ങൾ എന്തോ കാണുന്നത്? പിങ്കാലയുടെ നല്ല ഡ്രസ്സും ഇട്ട് ആ എം ടി പോയിട്ടുമായിട്ട് പാലസിലോട്ട് വരികയാണ്. പിങ്കാലയുടെ അച്ഛനാണ് ഈ നിൽക്കുന്നത്. പിന്നെ ഇവിടെ നല്ല കളർ ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ചെടിച്ചട്ടിയായിട്ട് ആൾക്കാർ നിൽക്കുന്നു. അതിനകത്ത് അവർ കൈ ചൂണ്ടുന്നുണ്ടോ? പിങ്കാലയെ കൈ ചൂണ്ടി അവർ ചിരിക്കുന്നു. അവർ കളിയാക്കി ചിരിക്കുന്നു. നോക്കാം നമുക്ക്. പിങ്കാല എന്തുകൊണ്ടാണ് പാലസിലോട്ട് പോയത്? നമ്മൾ നേരത്തെ വിചാരിച്ചത് ഹി വോണ്ട് ഗോ ടു ദ പാലസ്. യെസ് ഓർ നോ? സോ പിങ്കാലാസ് ഫാദർ ഹാഡ് ഒബ്സർവ്ഡ് ഹിസ് സൺ വർക്കിംഗ് ഹാർഡ്
to make the seed sprout. He felt sorry for Pingala. Why don't you go to the king with the empty pot? He asked. So Pingala's father asked, why don't you go to the king with the empty pot? At least he will know you tried your best. So Pingala too put on his best clothes and started off to the palace. He joined the others outside the palace holding the empty pot in his hand. The other children laughed at him, but Pingala ignored them. കഥ നിങ്ങൾക്ക് മനസ്സിലായോ? അതിന് മലയാളം ഒന്ന് പറഞ്ഞു തരട്ടെ. സോ പിങ്കാലയുടെ അച്ഛൻ പിങ്കാലയുടെ കഷ്ടപ്പാടുകളെല്ലാം കണ്ടായിരുന്നു. എന്തിനാ? ആ വിത്തിനെ മുളപ്പിക്കാൻ. പിങ്കാലയ്ക്ക് അതിന് കഴിഞ്ഞില്ല. അതുകൊണ്ട് അച്ഛൻ ഒരുപാട് വിഷമം തോന്നി. അച്ഛൻ പിങ്കാലയോട് ചോദിച്ചു, എന്തായാലും നീ ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ, നീ ഈ empty പോട്ട്, അതാണ് നിൻ്റെ റിസൾട്ട്. ആ empty പോട്ടുമായിട്ട് കൊട്ടാരത്തിലോട്ട് പോയിട്ട് വാ. ഒന്നുമില്ലെങ്കിൽ രാജാവ് അറിയട്ടെ നീ ഇത്രയും കഷ്ടപ്പെട്ടെന്ന്. ശരി, പിങ്കാല വിചാരിച്ചു, എന്നാ ഒന്ന് പോയി കളയാം. അച്ഛനല്ലേ പറയുന്നത്. പിങ്കാലയുടെ നല്ല ഡ്രസ്സുകളും ഇട്ട് പാലസിലോട്ട് പോയി. പാലസിന് പുറത്ത് മറ്റേ കുട്ടികൾ നിൽപ്പുണ്ട്. ആരാ? നല്ല വളർന്ന ചെടികളുമായിട്ട് അവിടെ രാജകൊട്ടാരത്തിൽ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർ. ആ കുട്ടികൾ എന്തോ ചെയ്തു? ദേ ലാഫ്ഡ് അറ്റ് ഹിം. ഇവനെ കണ്ട് അവർ കൈ ചൂണ്ടി ചിരിച്ചു. മനസ്സിലായോ? ലൈൻ ബൈ ലൈൻ ട്രാൻസ്ലേഷൻ വേണോ നിങ്ങൾക്ക്? ഓരോ ലൈനിൻ്റെ ട്രാൻസ്ലേഷൻ വേണോ? എന്നാ നോക്കിക്കോ. Pingala's father had observed his son working hard to make the seeds sprout. വിത്ത് മുളപ്പിക്കാൻ വേണ്ടി പിങ്കാല കഠിനമായി അധ്വാനിക്കുന്നത് അവൻ്റെ പിതാവ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഒബ്സർവ് മീൻസ് നിരീക്ഷിക്കുക, ശ്രദ്ധിക്കുക എന്നർത്ഥം. ഹീ ഫെൽറ്റ് സോറി ഫോർ പിങ്കാല. അദ്ദേഹത്തിന് പിങ്കാലയുടെ കാര്യത്തിൽ സങ്കടം തോന്നി. വൈ ഡോണ്ട് യു ഗോ ടു ദ പാലസ് വിത്ത് ദ എംപ്റ്റി പോട്ട്? ഹീ ആസ്ഡ്. കാലിയായ ചെടിച്ചട്ടിയുമായി രാജാവിൻ്റെ അടുത്തേക്ക് ചെന്നാൽ എന്താ? അദ്ദേഹം ചോദിച്ചു. അറ്റ്ലീസ്റ്റ് ഹീ വിൽ നോ യു ട്രൈഡ് യുവർ ബെസ്റ്റ്. കുറഞ്ഞ പക്ഷം നീ നിൻ്റെ കഴിവിൻ്റെ പരമാവധി പ്രയത്നിച്ചു എന്നെങ്കിലും അദ്ദേഹം അറിയട്ടെ. സോ പിങ്കാല ടു പുട്ട് ഓൺ ഹിസ് ബെസ്റ്റ് ക്ലോത്ത്സ് ആൻഡ് സ്റ്റാർട്ടഡ് ഓഫ് ടു ദ പാലസ്. അതിനാൽ പിങ്കാലയും തൻ്റെ ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് കൊട്ടാരത്തിലേക്ക് തിരിച്ചു. He joined the others outside the palace, holding the empty pot in his hand. കൊട്ടാരത്തിന് വെളിയിൽ മറ്റു കുട്ടികളോടൊപ്പം കയ്യിൽ ഒഴിഞ്ഞ ചട്ടിയുമായി അവൻ ചേർന്നു. The other children laughed at him, but Pingala ignored them. മറ്റു കുട്ടികൾ അവനെ ആക്ഷേപിച്ചു, പക്ഷെ അവൻ അവരുടെ പെരുമാറ്റം കാര്യമാക്കിയില്ല. മനസ്സിലായോ? What did Pingala's father suggest to him? Why did the other children laugh at him? Will he go back home disappointed? 3 ചോദ്യങ്ങൾ. ആദ്യത്തെ ചോദ്യം, What did Pingala's father suggest to him? എന്താണ് പിങ്കാലയുടെ ഫാദർ പിങ്കാലയോട് പറഞ്ഞത്? എന്താ പറഞ്ഞത്? Pingala's father suggested to him to go to the palace വിത്ത് ദ എംറ്റി പോട്ട്. എംറ്റി പോട്ടുമായിട്ട് പാലസിൽ പോകാനാണ് സജസ്റ്റ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദ അതർ ചിൽഡ്രൻ ലാഫ് അറ്റ് ഹിം? വൈ ഡിഡ് ദേ ലാഫ് അറ്റ് ഹിം? ദ അതർ ചിൽഡ്രൻ ഹാഡ് പോട്ട്സ് വിത്ത് വെൽ ഗ്രോൺ പ്ലാന്റ്സ്. പിങ്കാലാസ് പോട്ട് വാസ് എംറ്റി, സോ ദേ ലാഫ്ഡ് അറ്റ് ഹിം. ശരിയല്ലേ? എപ്പോഴും ഫെയിലർ ആയിട്ടുള്ള ആൾക്കാരെ നോക്കി വിജയിച്ച ആൾക്കാർ കളിയാക്കി ചിരിക്കില്ലേ? യെസ് ഓർ നോ? സോ അതേ കാര്യമാണ് ഇവിടെ. പിങ്കാല ഫെയിൽഡ് ഇൻ ഹിസ് അറ്റംപ്റ്റ്, സോ അതർ ചിൽഡ്രൻ ലുക്ക്ഡ് അറ്റ് ഹിം ആൻഡ് ലാഫ്ഡ് അറ്റ് ഹിം. വിൽ ഹി ഗോ ബാക്ക് ഹോം ഡിസപ്പോയിൻറ്റഡ്? വിഷമിച്ച് വീട്ടിലോട്ട് തിരിഞ്ഞു പോകുന്നത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നോ, ഐ തിങ്ക് ഹി വിൽ നോട്ട് ഗോ ബാക്ക് ടു ഹിസ് ഹോം ഡിസപ്പോയിൻറ്റഡ്. വൈ? ബിക്കോസ് ഹിസ് ഫാദർ ആസ്ക്ഡ് ഹിം ടു ഷോ ദ കിങ് ദ റിസൾട്ട്. സോ കിങ്ങിനെ റിസൾട്ട് കാണിക്കാനാണ് പിങ്കാല അവിടെ വന്നത്. സോ ദാറ്റ് ദ കിങ് വിൽ ഗെറ്റ് ടു നോ യുവർ ഹാർഡ് വർക്ക്. സോ ദാറ്റ് ദ കിങ് വിൽ ഗെറ്റ് ടു നോ ഹിസ് ഹാർഡ് വർക്ക്. നിങ്ങൾക്ക് ഇവിടെ ഹിസ് എന്ന് എഴുതാം. അപ്പോൾ എന്തോ പറഞ്ഞ് പിങ്കാലയുടെ ഫാദർ ആസ്ക്ഡ് ഹിം ഗോ ടു ദ പാലസ് ആൻഡ് ഷോ ദ കിങ് യുവർ എംറ്റി പോട്ട് സോ ദാറ്റ് ഹി വിൽ ഗെറ്റ് ടു നോ യുവർ ഹാർഡ് വർക്ക്. നീ ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ എന്ന് പറഞ്ഞു. സോ പിങ്കാല വിൽ നോട്ട് ഗോ ബാക്ക് ഹോം ഡിസപ്പോയിൻറ്റഡ് അറ്റ് ദിസ് മൊമെൻറ്റ്. യെസ് ഓർ നോ? ലവ്ലി ഫ്ലവേഴ്സ്. ഇതിനകത്ത് നിങ്ങൾ എന്തോ കാണുന്നത്?
കിങ് നല്ല വിഷമിച്ച് നിൽക്കുന്ന കിങ്ങിൻ്റെ മുൻപിൽ ചിരിച്ച് ഇതാ നിരനിരയായിട്ട് നിൽക്കുന്ന സക്സസ് ആയി എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ. നല്ല നല്ല കളറുകളുള്ള പൂച്ചെടിയുമായിട്ട് കിങ്ങിനെ കാണിക്കും. ബട്ട് കിങ് നല്ല സാഡാണ്, അത്ര ഹാപ്പി അല്ല. നോക്കാം നമുക്ക്. The king arrived and looked at the plants. Children gathered in the courtyard of the palace with the flowery pots, red, blue, yellow. The courtyard had turned into a bouquet. The king looked at the children. Their faces were shining with hope. Ha! The king sighed. He was not at all happy. മീനിങ് മനസ്സിലായോ ഇതിൻ്റെ? കിങ് നടന്നു വന്ന് കിങ് ഇവരുടെ എല്ലാം റിസൾട്ട് നോക്കുകയാണ്. ആ ഒരു കാര്യമാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. നോക്കാം, മീനിങ് വേണോ അതിൻ്റെ? നോക്കിക്കോ. ദ കിങ് അറൈവ്ഡ് ആൻഡ് ലുക്ക്ഡ് അറ്റ് ദ പ്ലാന്റ്സ്. രാജാവ് വന്ന് ചെടികൾ നോക്കി. ചിൽഡ്രൻ ഗാദേർഡ് ഇൻ ദ കോർട്ട്യാർഡ് ഓഫ് ദ പാലസ് വിത്ത് ഫ്ലവറി പോട്ട്സ്. കുട്ടികൾ പൂപ്പാത്രങ്ങളുമായി കൊട്ടാരത്തിൻ്റെ മുറ്റത്ത് ഒരുമിച്ച് കൂടി. റെഡ്, ബ്ലൂ, യെല്ലോ, ചുവപ്പ്, നീല, മഞ്ഞ. ദ കോർട്ട്യാർഡ് ഹാഡ് ടേൺഡ് ഇൻടു എ ബൊക്ക. മുറ്റം ഒരു പൂച്ചെണ്ടായി മാറിക്കഴിഞ്ഞിരുന്നു. ദ കിങ് ലുക്ക്ഡ് അറ്റ് ദ ചിൽഡ്രൻ. രാജാവ് കുട്ടികളെ നോക്കി. ദെയർ ഫേസസ് വെയർ ഷൈനിങ് വിത്ത് ഹോപ്പ്. അവരുടെ മുഖം പ്രതീക്ഷ കൊണ്ട് തിളങ്ങിയിരുന്നു. ഹാ! ദ കിങ് സൈഡ്. ഹി വാസ് നോട്ട് അറ്റ് ഓൾ ഹാപ്പി. കിങ് നെടുവീർപ്പെട്ടു. സൈഡ് മീൻസ് നെടുവീർപ്പെടുക. ദ കിങ്, രാജാവ് നെടുവീർപ്പെട്ടു. അദ്ദേഹം ഒട്ടും സന്തുഷ്ടനായിരുന്നില്ല ഇതുകൊണ്ട്. ചോദ്യങ്ങൾ നോക്കാം നമുക്ക്. ലെറ്റ്സ് ലുക്ക് ദി ക്വസ്റ്റ്യൻ. വൈ വാസ് ദ കിങ് അൺഹാപ്പി? കിങ് എന്തുകൊണ്ടായിരുന്നു അൺഹാപ്പി? വാട്ട് ഡിഡ് ഹി എക്സ്പെക്ട് ഫ്രം ദ ചിൽഡ്രൻ? കുട്ടികളിൽ നിന്ന് അദ്ദേഹം എന്താണ് പ്രതീക്ഷിച്ചത്? ഇങ്ങനെ 2 ചോദ്യങ്ങളാണ് ഉള്ളത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ വാസ് ദ കിങ് അൺഹാപ്പി? രാജാവ് എന്തുകൊണ്ടാണ് അൺഹാപ്പി ആയത്? ദ കിങ് മൈറ്റ് ഹാവ് എക്സ്പെക്റ്റഡ് സം അതർ റിസൾട്ട്. ദാറ്റ് ഈസ് വൈ ഹി വാസ് അൺഹാപ്പി ഇൻ സീയിങ് ദോസ് ഫ്ലവറി പോട്ട്സ്. ശരിയല്ലേ? ഫ്ലവറി പോട്ട്സ് ഒരുപാട് റെഡും ബ്ലൂവും യെല്ലോയും ഒരുപാട് കളറിലുള്ള ഫ്ലവറി പോട്ട്സ് ഉണ്ടായിരുന്നെങ്കിലും രാജാവിന് വേണ്ടുന്ന റിസൾട്ട് കിട്ടിയിരുന്നില്ല. അതുകൊണ്ടാണ് രാജാവ് സങ്കടപ്പെട്ടിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ഹി എക്സ്പെക്ട് ഫ്രം ദ ചിൽഡ്രൻ? കുട്ടികളിൽ നിന്നും എന്തായിരിക്കാം രാജാവ് എക്സ്പെക്റ്റ് ചെയ്തതെന്നാണ് പറയുന്നത്. സോ ഈ കഥ ഇതുവരെ വായിച്ചതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുമോ എന്താ രാജാവ് എക്സ്പെക്റ്റ് ചെയ്തതെന്ന്? രാജാവ് എന്താ പ്രതീക്ഷിച്ചെന്ന് പറയാൻ പറ്റുമോ? ഒരു കാര്യം ഉറപ്പാണ്, രാജാവ് ഇങ്ങനെയുള്ള പൂച്ചെടികളൊന്നുമല്ല എക്സ്പെക്റ്റ് ചെയ്തത്. രാജാവ് ഇങ്ങനെയുള്ള ചെടികളൊന്നുമല്ല എക്സ്പെക്റ്റ് ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ രാജാവ് എന്താ എക്സ്പെക്റ്റ് ചെയ്തത് നമുക്കിപ്പോൾ കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല. ശരിയല്ലേ? അറ്റ് ദിസ് പോയിന്റ് വി ആർ നോട്ട് ഷുവർ അബൌട്ട് ദ കിങ്സ് തോട്ട്സ്. രാജാവിൻ്റെ ചിന്തകളെ പറ്റി നമുക്കിപ്പോൾ അറിയില്ല. ഹി മൈറ്റ് ഹാവ് എക്സ്പെക്റ്റഡ് മോർ ഹെൽത്തി പ്ലാന്റ് ഓർ ബിഗർ വൺ ഓർ സം അതർ റിസൾട്ട്. ചിലപ്പോൾ രാജാവ് ഇത്തിരി കൂടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്, ഇത്തിരി വലിയ പ്ലാന്റുകളായിരിക്കും പ്രതീക്ഷിച്ചത്. അല്ലെങ്കിൽ ചിലപ്പം വേറെ റിസൾട്ടായിരിക്കും. സോ വാട്ട് ഡിഡ് ഹി എക്സ്പെക്ട് ഫ്രം ദ ചിൽഡ്രൻ? അത് നമുക്ക് അറിയില്ല. മനസ്സിലായെങ്കിൽ അടുത്ത പോർഷനിലോട്ട് പോകാം. എം ടി പോട്ട്. സോ ഇവിടെ എന്തോ നിങ്ങൾ കാണുന്നത്, ഇവരെല്ലാം തിരിഞ്ഞു പോയി രാജാവിനെ പൂച്ചെടി കാണിച്ചിട്ട് ഇവിടെ പിങ്കാല വന്ന് നിൽക്കുന്നു. പിങ്കാലയുടെ എം ടി പോട്ട് കാണുന്നു. രാജാവ് ചിരിച്ചു കൊണ്ടിരിക്കുമല്ലേ ഇവിടെ. രാജാവ് എന്തോ ചോദിക്കുന്നു. രാജാവിൻ്റെ ചോദ്യം ചോദിക്കുകയാണ്. കൈയുടെ സിമ്പൽ നിങ്ങൾ ശ്രദ്ധിച്ചോ. രാജാവ് എന്തോ ചോദിക്കുകയാണ് പിങ്കാലയോട്. നോക്കാം നമുക്ക് സ്റ്റോറി. അറ്റ് ദ എൻഡ് ഓഫ് ദ ലൈൻ സ്റ്റുഡ് പിങ്കാല. വെൻ ദ കിങ് റീച്ച്ഡ് ഹിം ഹി സ്റ്റോപ്ഡ്. വൈ ഡിഡ് യു കം വിത്ത് ആൻ എം ടി പോട്ട് മൈ ചൈൽഡ്? ഡിഡ് യുവർ സീഡ് നോട്ട് ഗ്രോ ഇൻ ടു എ പ്ലാന്റ്? മനസ്സിലായ നിങ്ങൾക്ക്? ഇപ്പോൾ വളരെ നീണ്ട നിരയിൽ രാജാവ് നടന്ന് വന്ന് പിങ്കാലയുടെ അടുത്തെത്തിയപ്പോൾ രാജാവ് നിന്നു. പിങ്കാല നിന്നിരുന്നത് വരിയുടെ ഏറ്റവും പിന്നിലായിരുന്നു. രാജാവ് അവൻ്റെ അടുത്തെത്തിയപ്പോൾ നിന്നു. എന്നിട്ട് രാജാവ് ചോദിച്ചു, കുഞ്ഞെ, നീ എന്താ ഒരു കാലിയായ ചെടിച്ചട്ടിയുമായി വന്നത്? നിന്റെ വിത്ത് മുളച്ച് വളർന്ന് ഒരു ചെടിയായില്ലേ? രാജാവ് ചോദിച്ചു. ഒരു ചോദ്യമേ അതിനകത്ത്. വിൽ ദ കിങ് ബി ആംഗ്രി വിത്ത് പിങ്കാല? കിങ് പിങ്കാലയുമായിട്ട് ദേഷ്യപ്പെടുവോ? ദേഷ്യം ഉണ്ടാവുമോ കിങ്ങിന് പിങ്കാലയോട്? നോക്കാം. വിൽ ദ കിങ് ബി ആംഗ്രി വിത്ത് പിങ്കാല? Good kings never get angry on small things. King was just inquiring about his plant. King will not be angry.
സോ നമുക്ക് എന്ത് മനസ്സിലാവുന്നത്? രാജാവ് ദേഷ്യപ്പെടത്തില്ല. രാജാവ് ദേഷ്യപ്പെടാത്തതിൻ്റെ കാരണം എന്തുവാ? ഗുഡ് കിങ്സ് വിൽ നെവർ ഗെറ്റ് ആംഗ്രി ഓൺ സ്മോൾ തിങ്സ്. ചെറിയൊരു കാര്യമല്ലേ അത്. രാജാവ് പലർക്കും സീഡ് കൊടുത്തു, അതിനകത്ത് ഒരു കുട്ടി എംപ്റ്റി പോട്ടുമായിട്ട് വന്നു. ചെറിയൊരു കാര്യമല്ലേ അത്. സോ ഇങ്ങനത്തെ ചെറിയ കാര്യത്തിന് ആ രാജാവ് ദേഷ്യപ്പെടേണ്ട കാര്യമുണ്ടോ? നോ. കാര്യം നമുക്കറിയാം, നമ്മളുടെ കിങ് ഒരു ജസ്റ്റ് ആൻഡ് വൈസ് കിങ് ആണെന്ന്. സോ ദ ഗുഡ് കിങ്സ് നെവർ ഗെറ്റ് ആംഗ്രി ഓൺ സ്മോൾ തിങ്സ്. കിങ് വാസ് ജസ്റ്റ് എൻക്വയറിങ് about his plan. So we believe king will not be angry. മനസ്സിലായോ? മനസ്സിലായെങ്കിൽ നമുക്ക് അതിൻ്റെ അടുത്ത പോർഷനിലോട്ട് പോകാം. എ സ്മൈൽ. രാജാവ് ചിരിക്കുന്നു. പിങ്കാല രാജാവിനെ കുമ്പിട്ട് നിൽക്കുന്നു. പിങ്കാല held his head down and said, "Forgive me, your highness. I tried my best to grow the seed. I gave the best soil and manure to it, but the seed did not grow." എ സ്മൈൽ അപ്പിയർഡ് ഓൺ കിങ്സ് ഫേസ്. പിങ്കാല പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം രാജാവേ, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു ഈ സീഡിനെ ഒന്ന് വളർത്തിയെടുക്കാൻ. ഞാൻ നല്ല സോയിൽ കൊടുത്തു, നല്ല രീതിയിൽ ഞാൻ അതിനെ പരിപാലിച്ചു, പക്ഷേ അത് വളർന്നില്ല. ഇത് കേട്ടപ്പോൾ രാജാവിന് ചിരി വന്നു. 2 ചോദ്യങ്ങളുണ്ട്. വൈ ഡിഡ് പിങ്കാല ഹോൾഡ് ഹിസ് ഹെഡ് ഡൗൺ? എന്തുകൊണ്ടാണ് പിങ്കാല ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്നത്? പിങ്കാല റെസ്പെക്റ്റ് കൊണ്ടാണ് അങ്ങനെ വളഞ്ഞു നിൽക്കുന്നത്. വൈ ഡിഡ് ദ കിങ് സ്മൈൽ? കിങ് എന്തുകൊണ്ടാണ് ചിരിച്ചത്? വൈ ഡിഡ് പിങ്കാല ഹോൾഡ് ഹിസ് ഹെഡ് ഡൗൺ? പിങ്കാല ഹെൽഡ് ഹിസ് ഹെഡ് ഡൗൺ ടു ഷോ റെസ്പെക്ട് ഫോർ ദി കിങ്. വൈ ഡിഡ് ദ കിങ് സ്മൈൽ? ഏർലിയർ ദ കിങ് വാസ് അൺഹാപ്പി വിത്ത് അതർ ചിൽഡ്രൻസ് റിസൾട്ട്സ്. ശരിയല്ലേ, മറ്റുള്ള കുട്ടികളുടെ റിസൾട്ടിൽ കിങ് അൺഹാപ്പി ആയിരുന്നു. നൗ ദ കിങ് ബിക്കെയിം ഹാപ്പി സിൻസ് ഹി ഗോട്ട് ദ എക്സ്പെക്റ്റഡ് റിസൾട്ട്. സോ രാജാവിന് പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടിയത് കൊണ്ടായിരിക്കണം രാജാവ് ചിരിച്ചത്. ദ കിങ് സ്മൈൽഡ് ബിക്കോസ് ഓഫ് ദാറ്റ്. അതുകൊണ്ടാണ് രാജാവ് ചിരിച്ചത്. രാജാവ് എക്സ്പെക്റ്റ് ചെയ്ത റിസൾട്ട് രാജാവിന് കിട്ടി. മനസ്സിലായോ? നമുക്ക് സ്റ്റോറിയുടെ എൻഡിലോട്ട് പോകാം. He hugged Pingala and announced, "Here is the crown prince. I had given everyone roasted seeds which would never grow. Only this boy is honest. I am sure one day he will rule the kingdom justly. He will rule this kingdom justly." മനസ്സിലായോ? എന്താ സംഭവിച്ചതെന്ന്? കിങ് എന്തോ ചെയ്തു? കിങ് പിങ്കാലയെ കെട്ടിപ്പിടിച്ചു. എന്നിട്ടെന്തോ പറഞ്ഞേ? ഇതാ കിരീടാവകാശിയായ രാജകുമാരൻ. ഒരിക്കലും മുളയ്ക്കാത്ത വറുത്ത വിത്തുകളാണ് ഞാൻ എല്ലാവർക്കും കൊടുത്തത്, പക്ഷേ ഈ ബാലൻ മാത്രമാണ് സത്യസന്ധൻ. സത്യസന്ധനായതുകൊണ്ടല്ലേ അവൻ ആ മുളയ്ക്കാത്ത ചെടിച്ചട്ടിയുമായി വന്നത്. ഒരിക്കൽ ഈ ബാലൻ ഈ രാജ്യം നീതിപൂർവം ഭരിക്കുമെന്ന് എനിക്കുറപ്പാണ്. അതുകൊണ്ട് ഇവനെ ഞാൻ കിരീടാവകാശിയാക്കുന്നു. ഇതാണ് രാജാവ് പറഞ്ഞത്. മനസ്സിലായോ? മറ്റുള്ള കുട്ടികളെല്ലാം നോക്കി നിന്ന് പോയി. അവനെ രാജാവ് ഏറ്റെടുത്ത് കഴിഞ്ഞു. The king gave roasted seeds to the children, yet they came up with the flowery plants. How did they grow the plants? കിങ് എല്ലാവർക്കും റോസ്റ്റഡ് സീഡാണ് കൊടുത്തത്, പക്ഷേ എല്ലാവരും നല്ല പൂക്കളുള്ള ചെടിയുമായിട്ട് വന്നത്. എങ്ങനെയാണ് വന്നത്? The children were unaware about the actual test. ശരിയല്ലേ? They tried to sprout the roasted seed but failed. Since the king gave a proclamation to select the prince or princess from the best plant grown person, they all replaced it with another seed and came back with the big healthy plants. സോ രാജാവ് പറഞ്ഞായിരുന്നു, ഏറ്റവും നല്ല ഹെൽത്തി പ്ലാന്റ് കൊണ്ടുവരുന്നവരെ മാത്രമേ ഞാൻ പ്രിൻസ് അല്ലെങ്കിൽ പ്രിൻസസ് ആക്കുമെന്ന്. സോ അതുകൊണ്ട് എന്തോ ചെയ്തവർ ചെറിയൊരു കള്ളത്തരം കാണിച്ചു. ശരിയല്ലേ? അവർ സത്യം വിട്ടു, അവർ അസത്യം കാണിച്ചു. അവർ വേറെ സീഡ് എടുത്ത് വെച്ച് മുളപ്പിച്ചാണ് അവരുടെ പ്ലാന്റ് കൊണ്ട് വന്നത്. അവർ വിചാരിച്ച് രാജാവ് അറിയില്ലെന്ന്. രാജാവിൻ്റെ ഈ ബുദ്ധി അവർ ചിന്തിച്ചില്ല. മനസ്സിലായോ? ഇത്രയുമാണ് ഈ സ്റ്റോറിയുടെ പാട്ട്. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.